നമ്മളിന്ന് ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് സാമ്പത്തികമായ തട്ടിപ്പിന് ആളുകൾ ഇരയായിക്കൊണ്ടിരിക്കുന്നത്. അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പല രീതിയിലുള്ള തട്ടിപ്പുകൾക്ക് ആളുകൾ ഇരയാകുന്നു. വീണ്ടും അത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിലും വീണ്ടും ആളുകൾ അതിൽ പോയിട്ട് ചാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളും വാർത്തകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൂതാട്ടവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വ്യത്യസ്ത വകഭേദങ്ങൾ, അതിലൊന്നാണ് ലോട്ടറി എന്ന് പറയുന്നത്, നറുക്കെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു ഇസ്ലാമിക മാനം ചർച്ച ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പ്രമുഖ പണ്ഡിതന്മാരായ ഡോക്ടർ ഇല്യാസ് മൗലവി, അതുപോലെ തന്നെ സമീർ സാഹിബ് എന്നിവരാണ്. ഇത്തരം ഒരു വിഷയത്തിൽ ഇസ്ലാമിൽ അതിൽ ചില നിർദ്ദേശങ്ങളും പരിധികളും ഹലാലും ഹറാമും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് അതിൽ നമുക്ക് ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ശരിക്കും ഇസ്ലാമിൻ്റെ ഒരു വിധി എന്ന് പറയുന്നത്? ആദ്യം ലോട്ടറിയുടെ വിധിയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഇസ്ലാമിക അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പരലോകം എന്നൊരു ലോകമുണ്ട്, മരണാനന്തര ജീവിതം, പരലോകം എന്നൊരു ലോകമുണ്ട്. അവിടെ വെച്ച് നമ്മളുടെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളത്താണ് ഇസ്ലാമിക വിധികൾ പറയുന്നതിൻ്റെ പ്രസക്തി. അപ്പോൾ അത് വെച്ചിട്ട് പറയുകയാണ്, ഇസ്ലാം സമ്പത്തിനെ സംബന്ധിച്ച് അള്ളാഹു തന്നെ പറയുന്നത് ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന എന്നാണ്. അള്ളാഹുവിൻ്റെ നടപടിക്രമം അനുസരിച്ച് എല്ലാവരെയും പണക്കാരായിട്ടല്ല സൃഷ്ടിച്ചിട്ടുള്ളത്, എല്ലാവരെയും ദരിദ്രരായിട്ടുമല്ല. പണമുള്ളവരും പണമില്ലാത്തവരും. മനുഷ്യപ്രകൃതിയുടെ തേട്ടമായിട്ട് സമ്പത്ത് ഫിത്നയാണെന്ന് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞിട്ട് തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, നിങ്ങൾ സമ്പത്ത് വല്ലാതെ ഇഷ്ടപ്പെടുന്നു. മാലി എന്ന പേര് തന്നെ ലഭിക്കുന്നത് മനുഷ്യ മനസ്സിന് അതിനോടുള്ള ചായ്വ്, ജന്നൻ നഫ്സ തെമീലു ഇലഹി എന്നാണ്. അപ്പോൾ സമ്പത്തിനോടുള്ള പ്രേമം, വൈന്നഹൂലി ഹുബിൽ ഖൈരില ഷദീദ്, ഇതൊക്കെ മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ്. സമ്പത്തൊരു പരീക്ഷണമാണ്. ഇത് വെച്ചിട്ടാണ് പരീക്ഷണം ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇല്ലാത്തവൻ അള്ളാഹു വിലക്കിയ മാർഗത്തിലൂടെ അവൻ്റെ ഇല്ലായ്മയെ പരിഹരിക്കുന്നുണ്ടോ? അപ്പം പരീക്ഷണത്തിൽ പരാജയപ്പെടുകയാണ്. ഉള്ളവൻ അത് എങ്ങനെ വിനിയോഗിക്കുന്നു? വീണ്ടും വീണ്ടും ആർത്തി മനുഷ്യനിലുള്ളതാണല്ലോ. അത് സമ്പാദിക്കാൻ അള്ളാഹു വിലക്കിയ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് പരീക്ഷ എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വിലക്കിയതാണ് ഭാഗ്യക്കുറി, ചൂതാട്ടം, പലിശ, ഇതൊക്കെ പറയുന്നത്. അതിൽ ലോട്ടറി, ചൂതാട്ടത്തിൻ്റെ ഇസ്ലാം വിലക്കിയ, ഖുർആൻ നസ്സുകൊണ്ട് വിലക്കിയ ചൂതാട്ടത്തിൻ്റെ ഏറ്റവും പ്രകടമായ രൂപമാണത്. അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ അത് വിലക്കിക്കൊണ്ട് വന്നിട്ടുള്ള ആയത്ത് തന്നെ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാവും. എന്ന് മാത്രമല്ല, ഇസ്ലാമിൽ വിലക്കപ്പെട്ട സമ്പാദ്യ മാർഗങ്ങൾ എന്ന ഇനത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അക്ലു അംവാലിൻ നാസി ബിൽ ബാത്തിൽ എന്നതാണ്. അന്യായമായി, ബിൽ ബാത്തിൽ എന്ന് പറഞ്ഞാൽ ഹക്കിൻ്റെ ഓപ്പോസിറ്റാണ് ബാത്തിൽ. അപ്പോൾ ബിൽ ബാത്തിൽ എന്ന് പറഞ്ഞാൽ ബിഗൈരി ഹക്ക് എന്നാണ്. ഹക്കില്ലാതെ, അർഹതയില്ലാതെ സമ്പാദിക്കുന്നതൊക്കെ ഇസ്ലാം വിലക്കിയതാണ്. ആ ഗണത്തിൽ വരുന്നത് ആണ് പലിശ, ചൂതാട്ടം എന്നൊക്കെ പറയുന്നത്. അതിൽ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം പലിശ വിലക്കുന്നതിനും മുമ്പേ വിലക്കിയതാണ് ചൂതാട്ടം എന്ന് പറയുന്നത്. പലിശ പിന്നെ സാവധാനം ഘട്ടം ഘട്ടമായിട്ടാണ് വിലക്കിയത്. അതിനു മുമ്പേ വിലക്കിയതാണ് ചൂതാട്ടം എന്ന് പറയുന്നത്. കാരണം അത് അത്ര അപകടം അത് സമൂഹത്തിൽ ഉണ്ടാക്കും, സാമ്പത്തികമായും സാമൂഹികമായും അതുണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണത്. അതിൻ്റെ അവസാനത്തിൽ പറയുന്ന ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന പ്രയോഗം മൗലവി സൂചിപ്പിച്ചു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വിജയ സൗഭാഗ്യം തേടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇതിനൊക്കെ അവലംബിക്കുന്നത്. പക്ഷേ നിങ്ങൾ വിജയ സൗഭാഗ്യങ്ങൾ ആണ് നിങ്ങൾ തേടുന്നതെങ്കിൽ നിങ്ങൾക്ക് വിജയ സൗഭാഗ്യങ്ങൾ ഉണ്ടാകാൻ നിങ്ങൾ ഫജ്തനിബൂഹു, നിങ്ങൾ ഇതിനെ വെടിയുകയാണ് വേണ്ടത് എന്നാണ് അള്ളാഹ് പറയുന്നത്. പിന്നെ ഇതുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, എന്തുകൊണ്ട് ഇത് വിലക്കി എന്നതിന് പിന്നിൽ കുറേ ഹിക്മത്തുകളുണ്ട്. അതിൽ ഖുർആൻ തന്നെ നേരിട്ട് പറയുന്നത് അതിന് ശേഷമുള്ള ആയത്തിൽ ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ ഫിൽ ഖംരി വൽ മൈസിർ. മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും മനുഷ്യർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വളരും. ഇത് മദ്യം എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റേത് ഒപ്പിച്ച് പറഞ്ഞത് ആളുകൾ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ വളർച്ച ഇത് ഉണ്ടാക്കും എന്നതാണ് ഒന്ന്. രണ്ടാമത്തത് വയസുദ്ദക്കും അൻ ദിക്രില്ലാഹി വസ്സലാ വഅനിസ്സലാ എന്നാണ്. ദൈവസ്മരണയിൽ നിന്നും
നമസ്കാരത്തിൽ നിന്നും അത് തടഞ്ഞു കളയും എന്നതാണ് രണ്ടാമത്തെ കാരണം. അപ്പോൾ ഇത് ചൂതാട്ടം ഏതൊക്കെയാണ് ചൂതാട്ടത്തിൽ പെടുക എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ രണ്ട് അസലും അതിൽ പ്രധാനമാണ്. മനുഷ്യർക്കിടയിൽ വിദ്വേഷവും ശത്രുതയും ഉണ്ടാക്കുന്ന വിധത്തിലുള്ള എല്ലാ വിനോദങ്ങളും, അതിൽ സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതെ, ഇത്തരം ചൂതാട്ടക്കളികൾ ഇസ്ലാം വിലക്കുന്നുണ്ട്. കാരണം ഇബ്നു തൈമിയൊക്കെ പറഞ്ഞത് ഈ മൈസിർ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. മൈസിർ ഖിമാറും മൈസിർ ലഹുവും. ഒന്നിൽ ക്യാഷ് കൈമാറ്റം ചെയ്യുന്നൊന്നുമില്ലെങ്കിലും ഇമാതിരി കളി തന്നെ മൈസിറാണെന്നും അത് ഹറാമാണെന്നും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അള്ളാന്റെ സ്മരണയിൽ നിന്ന് തടയുന്ന കളി വിനോദങ്ങൾ, പരസ്പരം ശത്രുത ഉണ്ടാക്കുന്ന കളി വിനോദങ്ങൾ, അതിൽ സാമ്പത്തികമായ ചൂഷണം കൂടി കടന്നു വരുന്നു എന്നതാണ് ഖിമാറിന്റെ അപകടം. അപ്പോൾ 1, 2, 3 അപകടങ്ങളല്ല, വലിയ അർത്ഥത്തിൽ സമൂഹത്തിൽ ഹറാമുകൾ ഒന്നിച്ചു ചേർന്നു. പിന്നെ ഒരാൾ ഒരു പൈസ ചെലവാക്കിയിട്ട് അയാൾ സമ്പന്നനാക്കാൻ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ സമൂഹത്തിൽ ഭൂരിഭാഗം, ഇപ്പൊ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നം അതാണ്. നമ്മൾ ആ ആഴത്തിൽ അത് പരിശോധിക്കാത്തത് കൊണ്ടാണ്. കാരണം ആളുകളൊക്കെ ചുളുവിൽ ക്യാഷ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പൈസ മുടക്കി കാത്തിരിക്കുകയാണ്. ഈ മനുഷ്യന്മാരൊക്കെ, പ്രത്യേകിച്ചും യുവാക്കളായ ആളുകൾ, ഇവരൊന്നും എന്ത് ചെയ്യുന്നില്ല, പ്രൊഡക്റ്റീവായ ഒരു മേഖലയിലേക്കും അതുകൊണ്ട് തന്നെ ഇറങ്ങണില്ല. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല, അധ്വാനിക്കാതെ എങ്ങനെ പെട്ടെന്ന് പൈസ. ഇസ്ലാമിൽ സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അമലാണ്. ഒരു മനുഷ്യന്റെ അമലാണ്. അമലിലൂടെയാണ് സാമ്പത്തിക സുസ്ഥിതി ഉണ്ടാകേണ്ടത്. ഈ അമലിനെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാ, അങ്ങനെ ഒരു ഭാഗ്യം വരുന്നതും കാത്തു. ഇതില് മൈസറിന്റെ നിർവചനം തന്നെ ഉലമാക്കൾ പറയുന്ന നോക്ക്, അഹ്ദുൻ ലി മാലിർ റജുലി ബി ഉസ്രിൻ, വളരെ എളുപ്പത്തിൽ മറ്റൊരാളുടെ പണം കൈക്കലാക്കുക, വ സുഹൂലത്തിൻ, വളരെ എളുപ്പത്തിൽ, മിൻ ഗൈരി കദ്ദിൻ വലാ താബിൻ, കുറുക്ക് വഴികളിലൂടെ, എന്ന് വെച്ചാൽ അധ്വാനമോ ക്ഷീണമോ അങ്ങനത്തെ നയിപ്പോ ഒന്നുമില്ലാതെ. ഇത് ഇസ്ലാം വിലക്കിയ ഇതാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വശം എന്താണെന്ന് ചോദിച്ചാൽ, ജാഹിലിയ അറബികൾ കുറേ മെച്ചായിരുന്നു. കാരണം അവർക്ക് വലിയ ഭൗതികമായ ആസ്വാദന ആഡംബരം പോലെ ലക്ഷ്യമായിരുന്നില്ല. ഈ ലോട്ടറി മനസ്സിലാക്കേണ്ട സംഗതി, അവരുടെ കാലത്തെ ലോട്ടറി ഈ ഒട്ടകത്തെ അറുത്തിട്ട് അതിൻ്റെ മാംസം കുറേ കോലും കഷ്ണത്തുമ്മൽ ഓരോരുത്തരെ പേര് ചെയ്തു. ചിലതുമ്മൽ വട്ടപ്പൂജ ചെയ്തു, ചിലതിൽ 5, 6, 7 എന്നൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ കുലുക്കിയിട്ട് അതിങ്ങനെ എടുക്കും. ചില ആൾ നിർത്തിയാൽ വട്ടപ്പൂജ ചെയ്യിക്കും. ആ മരക്കഷ്ണത്തുമ്മൽ എഴുതിയത് 2-3 എണ്ണം അങ്ങനെ എഴുതും. അപ്പം നമ്മൾ 3 ആൾ ഉള്ള ഒരു ഗ്രൂപ്പാന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നറുക്കിൻ്റെ മുകളിൽ പൂജയാണെങ്കിൽ ആ ഒട്ടകത്തിൻ്റെ വില മുഴുവൻ നിങ്ങൾ ഞങ്ങൾക്ക് തരണം. ഇത് കിട്ടിയ ഞങ്ങൾക്ക് തരണം. എന്നിട്ട് ഞങ്ങൾക്ക് തന്നാൽ, അല്ലെങ്കിൽ എനിക്കത് കിട്ടിയെങ്കിൽ ഞാനിത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എൻ്റെയും മക്കളെയും കൊണ്ട് ആസ്വദിക്കുകയല്ല ചെയ്യാം, നാട്ടിലുള്ള കുറേ പാവങ്ങളെ വിളിച്ചിട്ട് അവർക്ക് വിതരണം ചെയ്യാം. അതായത് ജാഹിലിയ കാലത്തെ ലോട്ടറി എന്ന് പറഞ്ഞാൽ സതുദ്ദേശമാണ്. ഇവനിങ്ങനെ ബംഗ്ലാവ് ഉണ്ടാക്കുക, പുതിയ പുതിയ വാഹനങ്ങൾ വാങ്ങുക, കുറേ തോട്ടം വാങ്ങുക, അങ്ങനെ സ്വന്തം സ്വാർത്ഥത അല്ല അവിടെ. അവർ പരക്ഷേമ തൽപരതയാണ്. ഈ ആളുകളൊക്കെ വിളിച്ചുകൂട്ടി, കുറേ ആളെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്കൊക്കെ ഈ ഭക്ഷണം കൊടുക്കുക, ഒട്ടകത്തിൻ്റെ ഇറച്ചി വിതം ചെയ്യുക, അങ്ങനെയൊക്കെയാണ് പോലെ നാട്ടുപൂമ്പനും ഇതൊക്കെ ആകുക. അതാണ് ഖുർആൻ എന്താക്കിയത്, വിലക്കിയത്. ഈ കാരുണ്യ എന്നൊക്കെ പറയുന്ന പേര് ഇട്ടത് കൊണ്ട് ഖുർആൻ വളരെ അത് ഖുർആൻ വിലക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ സംശയിക്കുന്ന ഈ കാര്യത്തിൽ പിന്നെ തർക്കമേ ഇല്ല. അപ്പം അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോലും പ്രസക്തി ഇല്ല. അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ ലോട്ടറി പ്രചരിപ്പിക്കുന്നത്, ഗവൺമെന്റ് ആയാലും അല്ലാത്തവരായാലും ലോട്ടറി പ്രചരിപ്പിക്കുന്നത് ഇതുകൊണ്ട് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന കുറച്ച് സാധുക്കളെ മുന്നിൽ നിർത്തി. കാരുണ്യ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ ചികിത്സക്ക് അവർക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനം. ഗവൺമെന്റിന് പണമുള്ള ആളുകളിൽ നിന്ന് അല്ലാതെ തന്നെ ഫണ്ട് റൈസ് ചെയ്യാം. അതിന് ഈ ഒരു രീതി സ്വീകരിക്കേണ്ടതില്ല. അതേപോലെ ഇത് അത് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന പാവപ്പെട്ടവർ, വികലാംഗർ, ഇവരൊക്കെ ചൂണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഇസ്ലാമിൽ പക്ഷേ അവരെയൊക്കെ നമ്മൾ വേറെ തന്നെ സംരക്ഷിക്കണം. സമൂഹത്തിന്റെ ബാധ്യതയാണ്. അത് ആളുകളെ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഹറാമിനെ, പ്രത്യേകിച്ചും വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും മനുഷ്യനിൽ ആർത്തി വളർത്തുകയും മനുഷ്യനെ നിഷ്ക്രിയനാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തെ ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യത്തിലൂടെ അല്ല എന്ത് ചെയ്യേണ്ടത്, സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത്. അപ്പൊ യഥാർത്ഥത്തിലൂടെ ഗവൺമെന്റിന്റെയും ആളുകളുടെയും ഒക്കെ മോട്ടീവ് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളത്. പൈസ ഉണ്ടാക്കുക. ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ, ഇസ്ലാം സമ്പത്ത് സ്വീകരിക്കാൻ മറ്റൊരാളുടെ എനിക്ക് ഹലാലാകാൻ അയാൾ തൃപ്തി മാത്രം പോരാ.
അങ്ങനെയാണെങ്കിൽ പലിശ ആരാക്കും. നിങ്ങൾ എനിക്ക് 10,000 റുപ്യ കടം തരിക, എന്നോട് പറയുക നിങ്ങൾക്ക് ലാഭം ഉണ്ടായാൽ 1,000 റുപ്യ എനിക്കും തരണം, ഞാൻ 12,000 ലാഭം ഉണ്ടാക്കി, എനിക്കും സംതൃപ്തി നിങ്ങൾക്കും സംതൃപ്തി. അത് പോരാ. ഇസ്ലാമിലെ സമ്പത്ത് ഒന്ന് അള്ളാഹും റസൂലും അനുവദനീയമാണ് എന്ന് പഠിപ്പിച്ച രൂപത്തിലുള്ള സമ്പാദ്യമേ പറ്റുള്ളൂ. രണ്ടാമത്തെ സംഗതി അതുപോലും മനസംതൃപ്തിയോടുകൂടിയായിരിക്കണം. ലാ യഹില്ലു മാലും മ്രിഇൻ മുസ്ലിമിൻ ഇല്ലാ ബിതീബി നഫ്സിൻ മിൻഹു, മനപ്പൊരുത്തത്തോടു കൂടിയായിരിക്കണം. അത് ഖുർആൻ ഇല്ല അൻ തകൂന തിയാറതൻ തറാദിൻ മിൻകും. ഇവിടെ ഈ ഭാഗ്യക്കുറി ചേർന്ന ഓരോരുത്തരും വിചാരിക്കുന്നത് എനിക്ക് കിട്ടണം എന്നാണ്. അവൻ ആ മാസം കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. ഓ എത്ര കാലമായി ഞാനിത് എടുക്കൽ തുടങ്ങിയിട്ട്, ഇനി അടുത്തേന് കിട്ടുമായിരിക്കും. എന്നുവെച്ചാൽ ഓരോ പ്രാവശ്യവും അവൻ ഒട്ടും തൃപ്തിയില്ലാത്തതാണ് മറ്റവന് കിട്ടുന്നത്. അപ്പോൾ അവിടെ മനസംതൃപ്തിയും ഇല്ല, അള്ളാഹു റസൂൽ അനുവദിച്ചതുമില്ല. അപ്പോൾ ഹറാമ് ഡബിൾ ഹറാമാണ് അവിടെ വരുന്നത്. അതിൽ ചേർത്ത് മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ സാമ്പത്തിക വശം മാത്രമല്ല ഇതിനെ ഹറാമാക്കുമ്പോൾ ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കുറേ ആളുകളുടെ പൈസ ഒരാളിലേക്ക് പോകുന്നു എന്നത് മാത്രമല്ല. അപ്പോൾ നമ്മുടെ പല ആളുകളും തന്നെ കുറച്ച് ദീൻ അറിയുന്ന ആളുകൾ തന്നെ ചിലപ്പോൾ പറയുന്നത് ഈ കൊടുത്തോൽക്കൊക്കെ തൃപ്തിയാണെങ്കിൽ പിന്നെ എന്തായാലും പ്രശ്നമുള്ളത് എന്ന് ചോദിക്കും. ഇത് അതല്ല, അള്ളാഹു ഒരു കാര്യം ഹറാമാക്കിയാൽ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം കൊണ്ട്, ഒരു അപകടം കൊണ്ട് മാത്രമല്ല അത് അള്ളാഹു ഹറാമാക്കുന്നത്. അത് എല്ലാ നിലക്കും അത് മനുഷ്യ സമൂഹത്തിന് ദോഷം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ ആർത്തി വളരുക എന്ന് പറയുന്നത്. ഇതുവഴി മനുഷ്യർക്കിടയിലുള്ള ഖുർആൻ പറഞ്ഞതുപോലെയുള്ള ശത്രുതയും വിദ്വേഷവും ഉണ്ടാകുക എന്ന് പറയുന്നത്. ദൈവ സ്മരണയിൽ നിന്നും നിസ്കാരത്തിൽ നിന്നും തടയാന്നുള്ള ലോട്ടറി എടുക്കുന്നവന്റെ നിസ്കാരം എന്തായിരിക്കും അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓന് ഈ ഇത് നറുക്കെടുക്കുന്ന ദിവസം ആലോചിച്ച് അത് കോടി അടിക്കുന്നതിനെ കുറിച്ച്, കോടി ഇല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ഇതിനെക്കുറിച്ചുള്ള ആലോചനകളിൽ ഒരു മനുഷ്യന് നിസ്കാരത്തിൽ പിന്നെ എന്ത് ശ്രദ്ധ കിട്ടുക? ചിലപ്പോൾ പേരിന് വന്നിട്ട് നിസ്കരിക്കണമൊക്കെ ഉണ്ടാവും. അപ്പൊ ശരിക്കും ദൈവസ്മരണയിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും തടയുക എന്നൊക്കെ പറയുന്നത് സംഭവിക്കുന്നതാണ്. ഇതിൽ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന മറ്റേ ഒരു കാര്യം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വഹീ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനും അവന് അള്ളാഹു എഴുതി വെച്ചിട്ടുള്ള റിസ്ക് തിന്നാതെ മരിച്ചു പോവുകയില്ല. റസൂൽ ആദ്യം അത് പറഞ്ഞു, ആമുഖമായിട്ട് അത് പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ അന്നം തേടുന്നതിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അന്നം തേടുന്നത് നല്ല നിലക്ക് മനോഹരമായിട്ടാവുകയും ചെയ്യണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ കയ്യിലുള്ളത് ഒരിക്കലും അള്ളാഹുവിനുള്ള അനുസരണത്തിലൂടെ അല്ലാതെ നേടിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹിൻ്റെ അടുത്താണ് ഇതിൻ്റെ ഒക്കെ ഭാഗ്യം എന്ന് പറയുമ്പോഴും മുസ്ലിം വിശ്വസിക്കുക എന്താണ്, അപ്പോഴും പഠിച്ചവൻ്റെ തൗഫീക്കിന് വേണ്ടിയിട്ടേക്കാൻ ലോട്ടറി അടിക്കാൻ വേണ്ടി പഠിച്ചവൻ്റെ തൗഫീക്കിന് വേണ്ടി ദുആ ചെയ്യണമൊക്കെ ഉണ്ടാവും മൂപ്പര്. ഇത് പഠിച്ചവൻ്റെ അടുത്ത് കിട്ടേണ്ടതാണെന്ന് അറിയാം. പക്ഷേ പഠിച്ചവൻ്റെ അടുത്തുള്ള പഠിച്ചവൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യവും അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ലഭ്യമാവുകയില്ല, നേടിയെടുക്കാൻ കഴിയുകയില്ല. അള്ളാഹിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ അല്ലാതെ അള്ളാഹിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരനുഗ്രഹവും മനുഷ്യനെ നേടിയെടുക്കാൻ പറ്റൂല. ഇതിൻ്റെ ഒരു അസ്ലാണ്. അപ്പോൾ ഭാഗ്യപരീക്ഷണത്തിന് മുതിരുന്നത് എന്ന് മാത്രമല്ല, പലരും വിചാരിച്ചിരിക്കുന്നത് ചൂതാട്ടം മാത്രമാണ് ഇസ്ലാം നിരോധിച്ചത്, അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതുകൊണ്ട് നമ്മുടെ കാലത്തുള്ള നറുക്കെടുപ്പുകളൊന്നും എന്ത് ചെയ്യൂല, ചൂതാട്ടത്തിന്റെ പരിധിയിൽ വരില്ല. ഭാഗ്യപരീക്ഷണത്തെ ആ ആയത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് വേറെ എന്ത് ചെയ്തിട്ടുണ്ട്, വൽ അസ്ലാം എന്ന് പറഞ്ഞിട്ട്. ഈ അസ്ലാം എന്ന് പറഞ്ഞാൽ ഈ ചൂതാട്ടത്തിന്റെ തന്നെ ഇനമായി വരുന്ന കൃത്യമായ ലോട്ടറി പരിപാടിയാണ്. അന്നത് അമ്പ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, അത് ചെയ്തിരുന്നത്. അതിൽ ഷിർക്കിന്റെ ഒരു അംശം കൂടി, ഒരു വശം കൂടി അതിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ് അസ്ലാമിൽ. പക്ഷെ അത് ഭാഗ്യക്കുറിയെ വേറെയും നിരോധിച്ചിട്ടുണ്ട്. ചൂതാട്ടം പൊതുവിൽ പറയുകയും പിന്നെ അള്ളാഹു ഇന്നമൽ ഖംറു വൽ മൈസുറു വൽ അൻസാബു വൽ അസ്ലാം എന്ന് പറയുമ്പോൾ ചൂതാട്ടത്തെ ആദ്യം മൊത്തത്തിൽ പറയുകയും എന്നിട്ട് ഭാഗ്യപരീക്ഷണത്തെ സെപ്പറേറ്റ് പ്രത്യേകമായും പറഞ്ഞിട്ട് ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഹറാമാക്കിയിട്ടുള്ളത്. ഇമാം ഖസാലി പിന്നെ ഖിമാറിനെ വിശദീകരിച്ചുകൊണ്ട് പറയാം, വൽ ഖിമാറു അൻ യജ്തമിയ ഫീ ഹഖി കുല്ലി വാഹിദിൻ ഖത്തറുൽ ഗുർമി വൽ ഗുൻമി. എന്നുവെച്ചാൽ കിട്ടുകയും ചെയ്യുക, കിട്ടാതിരിക്കുകയും ചെയ്യുക. ശരിക്കും ഭാഗ്യ പരീക്ഷണം. ഇപ്പം നമ്മളെ പല സംരംഭങ്ങളും ആളുകൾ പിന്നെ പാവങ്ങളെ സഹായിക്കാൻ മറ്റ് വീട് കടം വീട്ടാൻ വേണ്ടിയിട്ടൊക്കെ കാണുന്ന മാർഗം എന്താണ്, എല്ലാവരെയും അതിലേക്ക് ചേർക്കുകയാണ്. ഈ ചേരുന്ന ഓരോരുത്തർക്കും എനിക്ക് ആ വീട് കിട്ടുമോ എന്നുണ്ട്, കിട്ടൂലെന്നുണ്ട്. നോക്ക് നിങ്ങൾ എത്ര കൃത്യമായിട്ടാ ഖത്തറുൽ ഗുർമി വൽ ഗുൻമി.
ലാഭം കിട്ടാനും നഷ്ടം സംഭവിക്കാനും സാധ്യത നിലനിൽക്കുന്ന ഇടപാട്. ബി ഐ യുഖ്രിജ കുല്ലു വാഹിദി മിൻഹുമാ മാലൻ, എല്ലാവരും ഒരു നിശ്ചിത തുക അതിലേക്ക് ഇറക്കും. യുഹ്രിസുഹു ഇൻ സബഖ്, ഓനാണ് വിജയിക്കുന്നതെങ്കിൽ ഓൻ അത് കിട്ടും. വയഖുദു മാല സാഹിബിഹി, എനിക്ക് കിട്ടും എന്ന് വിചാരിച്ച് ചേർന്ന കുറേ ആളുകളുണ്ട്. ഓലൊക്കെ പൈസ ഇവൻ ജയിച്ചാൽ ഇവന് കിട്ടും. വഹാദ ഹറാമുൻ ഖത്അൻ. പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ലാത്ത കൃത്യമായിട്ട് പറഞ്ഞാല് ആർക്കും ഒരു സംശയവും വേണ്ട. എന്തൊക്കെ പിന്നെ സാമൂഹ്യപരമായിട്ട് എന്തൊക്കെ നന്മകൾ നമ്മൾ ഉയർത്തിക്കാട്ടിയാലും ലോട്ടറി ഗണ്യതമായി ഇസ്ലാമിക നിയമം അനുസരിച്ച് ഹറാമായ കാര്യമാണ്. അതിൽ ആർക്കും സംശയത്തിൻ്റെ അല്ല. മറിച്ചുള്ള ഒരു ഫത്വയും ഒരു പണ്ഡിതനിൽ നിന്നും നേടിയെടുക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ ആരെങ്കിലും തെറ്റിദ്ധരിച്ച് ഈ ലോട്ടറിക്ക് ഇങ്ങനെ കുറെ, പണ്ടത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഇതിന് കുറെ ഗുണവശങ്ങളുണ്ടല്ലോ എന്ന് കരുതി ഇത് ഹലാലാകും എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ലോട്ടറി, എല്ലാ തരത്തിലുള്ള ലോട്ടറികളും ഹറാം. ഇത് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴേ ഇപ്പൊ നമ്മൾ നിലവിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഈ വീട് നറുക്കെടുപ്പിലൂടെ വീട് നൽകപ്പെടുക. അപ്പൊ അതിലൊരു സഹതാപ തരംഗം തന്നെ പിടിച്ചു പറ്റുക എന്നുള്ളതാണ് അതിൻ്റെയും ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഒരു ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട് നറുക്ക് പോലെ തന്നെ ഇപ്പോൾ 2000 രൂപ നിശ്ചയിക്കുക, എന്നിട്ട് അത് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ നറുക്കെടുക്കുക. അപ്പോൾ എന്നിട്ട് അയാൾക്കൊരു ഭയങ്കര സംഖ്യ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു പുതിയൊരു സംഗതി നമ്മൾ കണ്ടു. അത് ഭയങ്കരമായിട്ട് ചർച്ച നടക്കുകയാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത്തരം നറുക്കെടുപ്പുകളും ഇതുപോലെ തന്നെ അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇപ്പം അതിന് സംഭവിക്കുന്നത്. ഹറാമായ ഒരു കാര്യത്തെ കഷ്ടപ്പെടുന്ന ആളുകളോടുള്ള സഹതാപം കൊണ്ട് പൊതിയ, എന്നിട്ട് നല്ല വൃത്തിയിൽ അത് പൊതിഞ്ഞിട്ട് ഈ ഉള്ളിൽ ഹറാമിനെ എന്ത് ചെയ്യുക, കൈമാറ്റം ചെയ്യുക. ഇതാണ് അതിൽ നടക്കുന്നത്. അപ്പൊ ഇതെന്താ വെച്ചാൽ ഇത് രണ്ട് തരത്തിലുണ്ട്. ഇത് ചിലര് ഒരു പ്രൊഡക്റ്റ് പേരിന് വെച്ചിട്ട് അത് വിൽക്കുകയാണ്. അപ്പൊ 1000 റുപ്യ കൊടുത്തിട്ട് ഒരു ചായപ്പൊടി പാക്കറ്റ് വാങ്ങാം. പക്ഷെ അസൽ എന്താണ്, അതിൻ്റെ ഉള്ളിലത്തെ ഒരാൾക്ക് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകാം, ഉണ്ടാവാതിരിക്കാം. ഇതിൽ ഏതൊക്കെ ജെനുവിൻ അല്ലാത്തത് നമുക്ക് പറയാനൊന്നും പറ്റൂല. സോഷ്യൽ മീഡിയയിൽ വരുന്നത് മഹാ തട്ടിപ്പുകൾ ഉണ്ടാവും. അത് കാരണം വെച്ചാൽ ഒരാള് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ അത് തട്ടിപ്പാണ് എന്ന് അടുത്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനെ പൊളിക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ടാമത്തെ ആൾക്ക് ആകെ എന്തേ പ്രശ്നമുള്ളൂ, ഇയാൾ ഇതിൽ തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും സമ്മാനം കൊടുക്കുന്നത് ശരിക്കുള്ള വ്യക്തികൾക്കല്ല, വ്യാജ വ്യക്തികൾക്കാണ് എന്നതിന്റെ പ്രശ്നം മാത്രമേ രണ്ടാമത്തെ ആക്കുള്ളൂ. പക്ഷെ അസൽ അപ്പോഴും ഇവിടെ കൊടുക്കണം. എന്നിട്ട് ഇയാളും വേറൊന്നിനെ പ്രൊമോട്ട് ചെയ്യാം. പക്ഷെ അസൽ അവിടെ അപ്പോഴും കിടക്കുകയാണ്. അപ്പൊ ഇതില് ഇയാൾ കൊടുക്കുന്ന പൈസ ചായപ്പൊടിക്കുള്ള പൈസയല്ല. അയാൾ നറുക്കെടുക്കുമ്പോൾ വീട് കിട്ടാനുള്ള ലോട്ടറി ടിക്കറ്റിന്റെ പൈസയാണ്, കൂപ്പണിന്റെ പൈസയാണ് അയാൾ യഥാർത്ഥത്തിൽ കൊടുക്കുന്നത്. ഇനി അതല്ലാതെയുണ്ട്, വലിയ രോഗം ബാധിച്ച ആള് അയാൾക്ക് അയാളുടെ വീട് വിറ്റിട്ട് രോഗചികിത്സ നടത്തണം. പക്ഷെ വീട് വിറ്റാൽ ഒരിക്കലും അയാൾ ഉദ്ദേശിക്കുന്ന ഒരു പണം കിട്ടൂല. അപ്പൊ ആ കാശ് പോരാ മൂപ്പർക്ക്. അപ്പൊ എന്ത് ചെയ്യാ, വീട് ലോട്ടറിക്ക് വെക്കുക, ആളുകൾ പൈസ തരാം. അതിനേക്കാൾ പൈസ കിട്ടുക. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. ഇപ്പോ പിന്നെ 50 ലക്ഷം രൂപയുടെ വീടാണുള്ളത് വെച്ചാൽ 1 കോടി കളക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ഈ കൂപ്പൺ വിൽക്കുന്നത്. അത് ഓൺലൈനിൽ ഇപ്പോൾ വളരെ സുഖമാണ്. ഓൺലൈനിൽ ഒരു QR കോഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു നമ്പർ കൊടുക്കുക, ഗൂഗിൾ പേയിലൂടെ പൈസ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ആൾക്കാർക്ക് ഇത് ഡീലിംഗ് ഒക്കെ വളരെ എളുപ്പമാണ്. ലോട്ടറി എടുക്കുന്നതിന്റെ നാട്ടുകാരുടെ ഇടയിലെ മാനക്കേടുമില്ല. അങ്ങനെ ഉണ്ടല്ലോ, കുറച്ചൊരു ഉറപ്പില്ലാത്ത പോലെ എന്ത് ചെയ്യുള്ളൂ, പരസ്യമായിട്ട് ലോട്ടറി എടുക്കും. ഇതിനായിട്ട് പ്രശ്നമില്ല, ആരും കാണൂല. ഗൂഗിൾ പേ ചെയ്തിട്ട് പിന്നെ ഇത് പ്രൈസ് അടിക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുക, പുറത്ത് ചാടുക. അപ്പൊ ഞാൻ ഒരാൾ തന്നെ പിന്നെ ഒരുപാട് ടിക്കറ്റ് എടുത്ത് 15ഉം 20ഉം ഒക്കെ ടിക്കറ്റ് എടുത്ത് 10-20,000 രൂപ മുടക്കിയിട്ട് ഈ വീടും കിട്ടുന്നത് ഇങ്ങനെ കാത്തു കുത്തിരിക്കുക. ഇതും പച്ചക്ക് നേരത്തെ പറഞ്ഞ ലോട്ടറി തന്നെയാണിത്. അപ്പൊ അത് ഒരാൾ കഷ്ടപ്പെടുന്നു, അയാൾക്ക് സാമ്പത്തികമായ ശേഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നത് അതിനെ ഹലാലാക്കുന്നില്ല. അയാളെ നേരത്തെ മൗലവി പറഞ്ഞ പോലെ അയാളെ അങ്ങനെ ഹറാമായ മാർഗത്തിലൂടെ അല്ലാതെ അയാളെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അതിനാണ് മുൻകൈ ആളുകൾ മുന്നിട്ട് വരേണ്ടത്. അതല്ലാതെ അയാളെ കൊണ്ടുപോയിട്ട് ഒരു ഹറാമിൽ കൊണ്ടുപോയി തള്ളിയിട്ട് അയാൾ ജീവിതത്തിൽ ഇത്രയും കാലം ബർക്കത്ത് കെട്ടിട്ട് പാപ്പരായി പോയാണ്, അയാളെ പിന്നെയും ഒരു ഹറാമിലേക്ക് തള്ളിയിട്ടിട്ട് പിന്നെയും ജീവിതത്തിൽ ഒരിക്കലും ബർക്കത്ത്
കേടിൽ നിന്ന് ഈ മോചിതനാകാൻ അവസാനം കഴിയാത്ത അവസ്ഥ പറഞ്ഞതിൻ്റെ ഉണ്ടാക്കി. ബാക്കിയായിട്ട് ചേർത്ത് പറയാനുള്ളത്, ഇതിന് വേണ്ടിയിട്ടാണ് ഇസ്ലാമിലെ സക്കാത്ത് വിഹിതത്തിൽ ഒരു വിഹിതം വൽ ഗാരിമീന എന്ന് പറഞ്ഞു. ഇപ്പോൾ കടാണല്ലോ മെയിൻ പ്രധാനം. വൽ ഗാരിമീന എന്ന് പറഞ്ഞാൽ അത് ഫക്കീർ മിസ്കീൻ ആദ്യം പറഞ്ഞു, അത് ഇതിൽ പെട്ടതല്ല. ഗാരിമീന എന്ന് പറഞ്ഞാൽ ഓനൊരു സാമ്പത്തിക പ്രതിസന്ധി പറയാം, ഓന് പട്ടിണിയൊന്നല്ല, ജീവിതം കഴിഞ്ഞ് പോകുന്നുണ്ട്, പക്ഷേ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്, കടം വന്ന് കൂടിയിട്ട്. ഇങ്ങനെയുള്ള ആളുകളെ സക്കാത്തിൽ നിന്ന് ഓൻ്റെ അവകാശമാണ് കൊണ്ട് കൊടുത്തില്ല. പിന്നെ രണ്ടാമത്തതാണ് സദക്ക. മൂന്നാമത്തത് വേറെ അതിലൊരു കാര്യമുണ്ട്, ഈ സക്കാത്ത് ഇങ്ങനെ ആളുകൾക്ക് ഫീൽ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഈ വിഷയം വരുന്നതുകൊണ്ടാണ്. സക്കാത്ത് വ്യക്തികളെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ, സംഘടിതമായിട്ട് അത് പറ്റില്ല അതായത് എന്ന് പറഞ്ഞതിന്റെ അനന്തരഫലമാണത്. വലിയ വലിയ പ്രശ്നങ്ങൾ, മനുഷ്യന്മാരുടെ വലിയ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ തന്നെ പ്രാദേശിക സക്കാത്ത് കമ്മിറ്റികൾക്ക് പോലും നമ്മുടെ നാട്ടിലൊരു മനുഷ്യന്റെ വലിയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ പറ്റൂല. അപ്പോൾ അതിന് ബൈത്തു സക്കാത്ത് പോലെയുള്ള വിപുലമായ സംവിധാനങ്ങൾ, കോടിക്കണക്കിന് ആസ്തിയുള്ള പിന്നെ സക്കാത്ത് ഫണ്ടുള്ള ഏജൻസികൾ ഉണ്ടെങ്കിൽ ഒരാളുടെ പ്രശ്നം 1 കോടിയാണെങ്കിലും ആ 1 കോടി പരിഹരിക്കാൻ സക്കാത്ത് വീട് ജപ്തി ചെയ്യാന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ മഹല്ല് കമ്മിറ്റി ഒന്ന് വിചാരിച്ചാലൊന്നും അതിന് ചിലപ്പോൾ പ്രതിരോധിക്കാൻ കഴിയില്ല. അതേസമയം ഒരു സ്റ്റേറ്റ് അടിസ്ഥാനത്തിലോ ഒരു ജില്ലാ അടിസ്ഥാനത്തിലോ ഒക്കെ ഉള്ള ആളുകൾ അത് സക്കാത്തിലൂടെ പരിഹരിക്കാൻ നിൽക്കുകയാണെങ്കിൽ അയാളെ പ്രശ്നം പരിഹരിക്കപ്പെടും. അത് വലിയൊരു ഷോട്ട് ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഇത്തരം ഹറാമുകൾ നാട്ടിൽ വ്യാപിക്കുന്നതിന് അവരെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ. ഇതിൽ സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്, പണ്ഡിതന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്, സാമ്പത്തികമായ നല്ല ഭദ്രതയുള്ള ആളുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇസ്ലാം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച സക്കാത്ത്, സ്വതക്ക, വഖഫ് ഇന്ന് തുടങ്ങിയ കാര്യങ്ങളെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയും അത് സജീവമായി തീരുകയും ചെയ്താൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളെ ഉണ്ടാവില്ല. ഇത് അള്ളാഹു റസൂലും കൽപ്പിച്ചത് പറയാനോ ചിന്തിക്കാനോ ആർക്കും നേരമല്ല, അതിലാർക്കും താല്പര്യമില്ല. എന്നാൽ ഇങ്ങനത്തെ വരുമ്പോൾ നിങ്ങൾ അതിനെതിരെ വരികയാണോ, ഇങ്ങനെ വരുവാന്ന് ചോദിക്കാൻ കാരണം മറുഭാഗം അങ്ങനെ ഗ്യാപ്പ് കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ കാര്യം സമൂഹത്തിനും സമ്പന്നരായ ആളുകൾക്കും പണ്ഡിതന്മാർക്കും ഒക്കെ ഈ വിഷയത്തിൽ ഒരു പങ്കുണ്ട്. ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഘടിത സക്കാത്തിൻ്റെ അതിൻ്റെ ശേഖരണവും വ്യവസ്ഥാപിതമായ വിതരണത്തിൻ്റെയും പ്രാധാന്യം ഇവിടെയാണ് മനസ്സിലാവുക. ചൂതാട്ടത്തിൻ്റെ ഏറ്റവും പ്രകടമായ അടുത്തൊരു വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട്. മറ്റതിപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ലോട്ടറി നറുക്കെടുത്തിട്ട് ഭാഗ്യപൂറി അതിൽ എല്ലാവരും പങ്കെടുക്കുകയും അതിൽ ഒരാൾക്ക് മാത്രം വലിയ നേട്ടം ഉണ്ടാവുകയും ചെയ്യുക, മറ്റുള്ളവർക്ക് നഷ്ടം ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്ന പരിപാടികളെല്ലാം അത് ആ തരത്തിലുള്ള എല്ലാതിലും, അതിപ്പോ നമ്മൾ സാധാരണ പറയുന്ന ദുബായിൽ നടന്നതുകൊണ്ട് അത് ഹലാലാവില്ല, കേരളത്തിൽ നടക്കുമ്പോൾ അത് ഹറാമും, ഇന്ത്യയിൽ നടക്കുമ്പോൾ അത് ഹറാമും, പിന്നെ ഗൾഫ് രാജ്യങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ നടത്തുമ്പോൾ ഹലാലും. അതേപോലെ തന്നെ ആളുകൾക്ക് വേറൊരു ധാരണയും നമ്മൾ നേരത്തെ ക്ലിയർ ചെയ്തു, ഗവൺമെന്റ് നടത്തുകയാണെങ്കിൽ അത് ഹലാലും, പ്രൈവറ്റ് ഏജൻസികൾ നടത്തുകയാണെങ്കിൽ അപ്പൊ അങ്ങനെയില്ല. അപ്പൊ അത് നമ്മൾ ക്ലിയർ ചെയ്തു. ഈ ചൂതാട്ടത്തിന്റെ ഏറ്റവും പ്രകടമായ മറ്റൊരു ഇതെന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ചൂതാട്ടമാണെന്ന് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് ചീട്ടുകളി. അപ്പൊ ചീട്ടുകളി പണ്ട് കാലത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു, ഓഫ്ലൈനിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നല്ല എവിടെങ്കിലും സ്ഥിരം പേപ്പറിലുള്ള ഒരു വാർത്തയായിരുന്നു പോലീസ് ചീട്ടുകളിക്കാരെ പിടികൂടി. അപ്പൊ ആ വാർത്ത അല്ല, അത് പൈസ ഒന്നും ഇല്ലാതെ കളിക്കുകയാണെങ്കിൽ പോലും എന്തോ ഒരു മോശം ഏർപ്പാടായിട്ട് കണ്ടിരുന്നു. അത് ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ്. അതാ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്, ഇത് പൈസ വെക്കണോണ്ട് മാത്രം ഹറാമാകുന്നതല്ല എന്നത്. അപ്പൊ ഇപ്പോ ചീട്ടുകളി സംഘത്തെ പിടിക്കണില്ല പോലീസ്. കാരണം എന്താ, അങ്ങനെ പിടിക്കാൻ പാകത്തിൽ ആരും ഇപ്പൊ ചീട്ട് കളിച്ചിട്ടില്ല. ഇപ്പോ മൊബൈലില് റമ്മി കളിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അത് ഇസ്ലാമികമായിട്ട് ഹറാമായ കാര്യമാണ്. 2 തരത്തിൽ. അത് പൈസ വെച്ച് കളിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ചൂതാട്ടാണ്. പൈസ വെക്കാതെ കളിക്കുന്നതും അത് ഇസ്ലാമികമായിട്ട് ഹറാമാണ്. കാരണം ഈ ഭാഗ്യ പരീക്ഷണത്തിന്റെ ഒരു ഇതുണ്ടാവുക, അതിന്റെ പേരിൽ ആളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവുക, പ്രത്യേകിച്ചും ദിക്റുള്ളയിൽ നിന്നും സ്വലാത്തിൽ നിന്നൊക്കെ തടയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ എല്ലാ കളി വിനോദങ്ങളും ഇസ്ലാം ഹറാമാക്കിയതാണ്. അപ്പോൾ ചീട്ടുകളി ഹറാമാണ്. അത് ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ റമ്മി കളി വളരെ സിമ്പിളായിട്ട് അതിൻ്റെ പ്രചാരം നടക്കുന്നു. കാരണം അതിൻ്റെ പരസ്യം കണ്ടാൽ നമ്മൾ തുറന്നാൽ റമ്മി കളിയിലേക്ക് ആകർഷിക്കുന്ന പരസ്യം കാണാൻ നമ്മൾ നിർബന്ധിതരാണ്. കുട്ടികളൊക്കെ വ്യാപകമായിട്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ചെറുപ്പക്കാരുടെ കുട്ടികളുടെ ഒക്കെ ഹീറോസ് ആണ് ഇതിൻ്റെ പ്രചാരം. അപ്പോൾ ആളുകൾ ഇത് വളരെ സിമ്പിളായിട്ട്, പ്രത്യേകിച്ചും ഇത് ആരും അറിയുക കൂടിയില്ല എന്നുള്ളത് കൊണ്ട് ഇത് വളരെ വ്യാപകമാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ വളരെ വ്യാപകമാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സൗകര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റത്
നാട്ടുകാർ കാണും, പോലീസ് കാണും എന്നതിൻ്റെയൊക്കെ ഒരു ഇത്. ഓനും അവൻ്റെ ഒരു മൊബൈൽ ഉണ്ടാവും. ഈ തിന്മകൾ എന്ന് പറയുന്നത് വലിയൊരളവിൽ മറ്റുള്ളവർ കാണും. അതിന്റെ വഷളത്തരം കൊണ്ടാണ് അതിൽ നിന്ന് സ്വകാര്യമായി ചെയ്യാൻ അവസരം കിട്ടിയാൽ മിക്കവാറും മനുഷ്യൻ തെറ്റിൽ അകപ്പെടുന്നു. ഇപ്പൊ അതിനുള്ള സാഹചര്യം ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അപ്പോൾ റമ്മി കളി അതിനിപ്പോൾ എന്താ പ്രശ്നം എന്ന് കരുതുന്ന ആളുകളുണ്ട്. അത് എങ്ങനെങ്കിലുമൊക്കെ അത് ഹലാലായിരിക്കും, അത്ര ഹറാമൊന്നും ആയിരിക്കൂല എന്നൊക്കെ കരുതി അതിലിടപെടുന്ന പ്രത്യേകിച്ചും ചെറുപ്പക്കാർ ധാരാളമുണ്ട്. അത് ഹറാമായ സമ്പാദ്യമാണ്, അതുകൊണ്ട് ഗുണം പിടിക്കുകയില്ല, അതുകൊണ്ട് ഒന്നും നേടാൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെ അടുത്ത് വലിയ കുറ്റകരമായ പറഞ്ഞതുപോലെ തന്നെ ഒരു നിലക്കും ന്യായീകരിക്കാൻ ഓഫ്ലൈനിൽ ഹറാമായിരുന്ന ഒരു കാര്യം ഓൺലൈനിലേക്ക് മാറി എന്നതിന്റെ കൂടുതൽ ഗൗരവമാണ്. ഇപ്പൊ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, ഇപ്പൊ നമ്മൾ ഷോപ്പിംഗ് മാളുകളിലൊക്കെ പോയാൽ ഇപ്പൊ ഷോപ്പിംഗ് നടത്തി ഇറങ്ങുമ്പോൾ ഇപ്പൊ 5000 രൂപക്ക് ഷോപ്പ് ചെയ്താൽ നമുക്ക് 2-3 കൂപ്പണുകൾ കിട്ടും. നമ്മളതിൽ പേരൊക്കെ എഴുതിയിട്ട് നിക്ഷേപിച്ച് പോരും. അത് നമ്മൾ സാധനം വാങ്ങി പോരുമ്പോൾ ആ കടകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് പർച്ചേസ് ചെയ്ത് പോരുന്ന സമയത്ത്. അപ്പോൾ അത് നമ്മളങ്ങനെ അതിൽ നിക്ഷേപിച്ച് പോകുന്നത്, അത് നറുക്കെടുപ്പിൽ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു വിധി എന്താ? അത് പലതരത്തിലുണ്ട്. അത് ഹറാമാണ് എന്ന് നേരിട്ട് പറയാൻ പറ്റുന്നതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ശുഭത്തെങ്കിലും ഉള്ളതാണ് ഇത് മിക്കവാറും. അപ്പോൾ അതിൽ ആധുനിക പണ്ഡിതന്മാർ പ്രത്യേകിച്ചും ഷെയ്ഖ് ഖർദാവിയൊക്കെ അതിൽ സ്വീകരിച്ചിട്ടുള്ളൊരു നിലപാടെന്ന് പറയുന്നത്, ഞാനിപ്പോൾ സാധാരണഗതിയിൽ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് എനിക്ക് ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. അങ്ങനെ ഞാൻ ഒരു ദിവസം സാധനം വാങ്ങാൻ ചെന്നപ്പോൾ കടക്കാരൻ പറഞ്ഞു, ഇപ്പോൾ ഒരു കൂപ്പൺ പരിപാടിയും കൂടിയുണ്ട്, നിങ്ങൾ ഇത്രക്ക് സാധനം വാങ്ങിയില്ലേ, നിങ്ങൾക്ക് ഇത് എത്ര കൂപ്പൺ എന്ന് പറഞ്ഞ് എഴുതി. അങ്ങനെ കൂപ്പൺ എടുക്കാൻ പോകല്ല, അത് സാധാരണ. അപ്പൊ ബില്ല് അടക്കാൻ നേരത്തെ എന്ത് ചെയ്തു, നിങ്ങൾ ഇത്രക്ക് വാങ്ങിയില്ലേ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എത്ര കൂപ്പൺ, ഇതൊന്ന് എഴുതിയിട്ടുള്ളി ഒരു സമ്മാനം നമ്മളെ ഞങ്ങൾക്ക് തരും അടിച്ചാൽ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എഴുതിയിട്ടതാണെങ്കിൽ അങ്ങനെ അത് പൂരിപ്പിച്ചിടുന്നതിനോ അതുവഴി ഇനി സമ്മാനം കിട്ടിയാൽ അത് സ്വീകരിക്കുന്നതിനോ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൽ ഏറ്റവും ഉദാരത. അതേ സമയത്ത് അതിനുകൊണ്ട് കുറെ ആളുകൾ അപ്പോൾ ഏറ്റവും ഉദാരമായ നിലപാട് അതാണ്. അതേ സമയത്ത് ഞാൻ സാധാരണ ഇവിടുന്നാണ്, അപ്പൊ ഞാനിങ്ങനെ സാധനം വാങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കുറച്ചപ്പുറത്തൊരു ഷോപ്പിംഗ് മാളിൽ ഈ ഓഫർ ഇങ്ങനെ കൂപ്പൺ പരിപാടി കൂടി ഉണ്ട്. അപ്പൊ ഞാൻ മാറ്റിപ്പിടിച്ചു, അങ്ങോട്ട് പോയി. അവിടെ മാറ്റിപ്പിടി ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോയത് എന്ന് ചോദിച്ചതിന്റെ എന്റെ ഉറച്ച മറുപടി, അവിടുന്ന് നിങ്ങൾക്ക് നറുക്കെടുപ്പിൽ പങ്കെടുത്താൽ ഇത് കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ഞാൻ അവിടെ പോയ സംഭവിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ ഞാൻ നോർമലി എനിക്ക് വാങ്ങേണ്ടത് തന്നെ വാങ്ങണുണ്ടാവും, എന്നാൽ പോലും അത് പ്രശ്നമാണ്. കാരണം എൻ്റെ നീയത്ത് സാധനം വാങ്ങലല്ല, ഞാൻ ഈ കൊടുക്കുന്ന ക്യാഷ് കൊണ്ട് സാധനത്തോടൊപ്പം എനിക്ക് ആ കൂപ്പൺ കൂടി കിട്ടണം. അപ്പൊ ഞാൻ പൈസ കൊടുത്തത് സാധനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കൂപ്പൺ കൂടിയാണ്. അങ്ങനെയുള്ള കൂപ്പൺ കൈപ്പറ്റുന്നതും അത് ഫില്ല് ചെയ്തിടുന്നതും അതിലൂടെ സമ്മാനം കിട്ടുന്നതും വാങ്ങുന്നതും ഹറാമാണ്. ഇനി ഇവിടെ പോയാൽ അത് മാത്രമല്ല സംഭവിക്കുക. ഇപ്പോൾ 500 രൂപയ്ക്ക് ആണ് കൂപ്പൺ ഉള്ളത്. ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി നോക്കുമ്പോഴാണ് കൗണ്ടർ എന്ന് പറഞ്ഞത് 450 ആയിട്ടുള്ളൂ, 500 ആയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൂപ്പൺ തരാമെന്ന് പറഞ്ഞു. അപ്പം എന്താ 50 രൂപയ്ക്ക് ഏതാ സാധനമുള്ളത് അപ്പുറം നോക്കിയിട്ട് അതും കൂടി വാങ്ങി. അപ്പോൾ വളരെ കൃത്യമായിട്ട് എന്തായി, ഈ 50 രൂപ ഞാൻ മുടക്കിയത് കൂപ്പണ് വേണ്ടി. അപ്പോൾ ഞാൻ ലോട്ടറിക്ക് പൈസ കൊടുത്തു, ആ ലോട്ടറിയിൽ പങ്കെടുക്കുന്നതും അതുവഴി ഇത് കിട്ടുന്നതും ഹറാമായ കാര്യമാണ്. ഇനി പിന്നെ ഒന്ന്, ഇത് എന്നെ അധികം പർച്ചേസ് ചെയ്യാൻ എന്ത് ചെയ്യും, പ്രേരിപ്പിക്കും. ഇത് എന്നെ കൊണ്ട് ആവശ്യമില്ലാത്തത് പർച്ചേസ് ചെയ്യും. ഈ ഷോപ്പിംഗ് മാൾ നടത്തുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾ എന്ത് ചെയ്യണം, അവർക്ക് ആവശ്യമില്ലാത്തതും വാങ്ങണം. അങ്ങനെ അവർക്ക് കച്ചവടം വർദ്ധിക്കണം. കച്ചവടം വർദ്ധിക്കുമ്പോൾ അവർക്ക് വർദ്ധിക്കുന്ന വലിയ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്. ഇനി ഇത് സാധാരണഗതിയിൽ ഇതിന്റെ ചോദ്യം വരെ എപ്പോഴും എന്തേ ഉള്ളൂ, ഇത് പോയി പങ്കെടുക്കുന്ന ആളുകളുടെ വിധി എന്താണേ വരുള്ളൂ. അതേ സമയത്ത് ഇത് നടത്തുന്ന ഷോപ്പിംഗ് മാളുകാരന്റെ കച്ചവടക്കാരന്റെ വിധി എന്താ എന്നത് പലപ്പോഴും ചർച്ചയ്ക്ക് വരില്ല. അത് മനസ്സിലാക്കേണ്ടത് അത് നടത്തുന്നത് ഹറാമാണ്. നിങ്ങൾ കച്ചവടത്തിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് സമ്മാനം കൊടുത്ത് ആകർഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന സമ്മാനങ്ങൾ കൊടുത്തോ. ചില മുമ്പ് ഉണ്ടായിരുന്ന അങ്ങനത്തെ രീതികൾ ഇപ്പൊ വളരെ അപൂർവമാണ്. സാധനം വാങ്ങിയ ഇത്ര കാശിന് വാങ്ങിച്ചോൽക്ക് നിങ്ങൾ സമ്മാനം കൊടുക്കും. അതെ അതെ, എല്ലാവർക്കും ക്ലോക്ക് ആണെങ്കിൽ അങ്ങനെ അത് പണ്ട് കാലത്ത് എല്ലാരും തൃപ്തിയോടുകൂടി നടന്നിരുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോ അങ്ങനെയല്ല, ഇതില് ഇതിൽ ഈ അവസാനം പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഷെയ്ഖ് യൂസുഫുൽ ഖർദാവിയോട് ആദ്യഘട്ടത്തിൽ ഇത് വാങ്ങാൻ പോണ പോലെ വിഷയം മാത്രം ചോദിച്ചപ്പോൾ അദ്ദേഹം ഇത് കച്ചവടക്കാരൻ ലാഭത്തിൽ നിന്ന് കൊടുക്കുന്നതാണ്, അതുകൊണ്ട് അത് ഹറാമല്ല, ഹറാമാണെന്ന് പറയുന്നതിന് അർത്ഥമല്ല
എന്ന് ഷെയ്ഖ് ഫത്വ നൽകിയിട്ടോ. ഇതേ ഷെയ്ഖ് അവസാന കാലത്ത് മാർക്കറ്റിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കളികളെ സംബന്ധിച്ച് നല്ല ധാരണ മൂപ്പർക്ക് വന്നതിന് ശേഷം മൂപ്പർ പറഞ്ഞു, ഞാൻ ഇത് നേരത്തെ ഈ വശം മാത്രം നോക്കിയിട്ട് അനുവദിച്ചിരുന്നു, എന്നാൽ പറയട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിലൂടെ പറയുന്ന മറ്റൊരു കാര്യം എന്താ, കയ്യൂക്കുള്ളതും കാര്യക്കാരാണെന്നറിയല്ലോ, ചെറുകിട കച്ചവടക്കാർ എന്ന് വെച്ചാൽ 2 കുട്ടികളെയും ഒരു ഭാര്യയും ഉമ്മയും ഉപ്പയും പോറ്റി ചെറിയ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് കട പൂട്ടിയിട്ട് വീട്ടിൽ പട്ടിണിയാണ്ട് അവസ്ഥ വന്നു. കാരണം ഇത് ഉള്ളവന് സാമർഥ്യമുള്ള ഇങ്ങനത്തെ സമ്മാന കൂപ്പണുകളും മറ്റു മറിച്ചും ഈ സമ്മാനം ഉണ്ടാക്കുന്ന ഓരോൻ്റെ ലാഭത്തിൽ നിന്ന് എടുത്തതാണ്. ഈ ലാഭം എങ്ങനെ ഉണ്ടാക്കുന്ന ലാഭം? ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ വാങ്ങിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന ലാഭമാണ്. ഇവനെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കാൻ കഴിയില്ല. അപ്പം മനുഷ്യർ തമ്മിലുള്ള സാമൂഹ്യപരമായ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാനിപ്പോൾ മാറ്റി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖിൻ്റെ അടുത്ത ഫത്വ. നേരത്തെ ഷെയ്ഖ് ഇബ്നു ബാസൊക്കെ പണ്ടേ ഇത് എന്താക്കിയിട്ടുണ്ട്, അടച്ച് ഹറാമാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഷെയ്ഖ് ഫത്വ മുഅസ്സറ 3-ാം വാള്യത്തിലാണെന്ന് തോന്നുന്നു വിശദമായിട്ട് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ട് അത് പാടില്ല എന്ന് നോക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കച്ചവടക്കാർ ചെയ്യേണ്ടതാണ്. അത്രയും വലിയ ലാഭം അവർക്ക് കിട്ടുമ്പോൾ എപ്പോഴും വാങ്ങുന്ന ആളുകൾ, കൂടുതൽ വാങ്ങുന്ന ആളുകൾ, അവർക്കൊക്കെ ഇവരെ വക സമ്മാനം കൊടുത്തോട്ടെ, അതിൽ നറുക്കിടേണ്ട കാര്യമോ അതൊന്നുമില്ല. അപ്പോൾ ആളുകൾ വാങ്ങിക്കുമ്പോൾ അങ്ങനെ ആകർഷിക്കാൻ ചെയ്യുന്നതിന് ഇപ്പറഞ്ഞ പോലെ റോട്ടറിയുടെ ഇതിലേതൊന്നും വരില്ല. മനുഷ്യർ അതല്ല ചിന്തിക്കുന്നത്. ഇത് മറ്റുള്ളവരുടെ തന്നെയാണ് എന്നത് ശരിക്കും പഠിച്ചു നോക്കിയാലും അതിൻ്റെ ലാഭം ഒതുക്കും. മാത്രമല്ല 10 ഉറുപ്പ്യൻ്റെ സാധനം ഒരു മിതമായ ലാഭം എടുത്തോട്ടെ, അതിന് 25 ഉറുപ്പ്യക്കാണ് ഇത് വിൽക്കുന്നത്. കച്ചവടക്കാർ മുഴുവൻ അങ്ങനെ തീരുമാനിച്ച പിന്നെ ഉപഭോക്താക്കൾ എന്ത് ചെയ്യും? അവർ വാങ്ങലാന്ന് നിവൃത്തിയില്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു തരം ജശക് എന്ന് പറയുക അറബിയിൽ, എന്തായാലും പറയലെന്ന് ആർത്തിയം. ഇതിൻ്റെ മുകളിൽ വെറും ഭൗതികമായ പ്രമത്തത മാത്രമാണ് ഇത്തരം ഇതിനൊക്കെ ഉള്ളത്. അപ്പോൾ ഈ അർത്ഥത്തിൽ എല്ലാവരും ഒരു യഥാർത്ഥ ഇസ്ലാമിക പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം കച്ചവടം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പിഴിയാനുള്ളതല്ല, അവനെ ഹലാലായിട്ട് സമ്പാദിക്കാനുള്ളൊരു വഴിയായിട്ടാണ് അതിനെടുക്കേണ്ടത്. ഈ ഗണത്തിൽ വരേണ്ടുന്ന വേറൊരു വിഷയം, ഇപ്പോൾ നമ്മൾ ഇതൊക്കെ പൊതുവെ എല്ലാവർക്കും നല്ല ധാരണ ഉള്ളതാണ്. ഇപ്പോൾ ലോട്ടറി ആണെങ്കിലും ഹറാമാണ് എന്നൊരു ഇത് സാമാന്യമൊക്കെ അറിയാം. പക്ഷെ അതിങ്ങനെ കാലം മുന്നോട്ട് പോയപ്പോൾ ഇത് ലോട്ടറി വ്യാപകമായപ്പോൾ അത് നോർമലൈസ് ചെയ്യപ്പെട്ടതാണ്. ചീട്ടുകളി, അതേപോലെ റമ്മി കളി, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. അതും ആളുകൾ ഇസ്ലാമിൽ മാത്രമല്ല മൊത്തം നാട്ടിൽ തന്നെ അതൊരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തതാണ്. എന്നാൽ അത്ര ഗൗരവത്തിൽ നേരത്തെ തന്നെ മനസ്സിലാകാത്ത ഒരു കാര്യമാണ് പന്തയങ്ങൾ, ബെറ്റുകൾ എന്ന് പറയുന്നത്. അത് ആദ്യ ആളുകൾക്ക് ഒരു മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഒരു നോർമൽ ബെറ്റ് വെക്കുന്ന പരിപാടി വളരെ വ്യാപകമാണ്. അപ്പൊ പിന്നെ കുറെ ആളുകളെ പണി തന്നെ. അതെ. അപ്പൊ ഈ ബെറ്റിനെ കുറിച്ചുള്ള ഒരു റിഹാൻ എന്ന് പറയും, പന്തയം നബിയുടെ കാലത്തുണ്ട്. വളരെ പ്രസിദ്ധമായ സംഭവമാണ് എന്ത്, അബൂബക്കർ റളിയല്ലാഹു ബെറ്റ് വെക്കുകയും അതും ഖുർആന്റെ കാര്യത്തിലാണ് വെച്ച് വെച്ചത്. ഖുർആന്റെ ഒരു വ്യാഖ്യാനം ഇസ്ലാമിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് ഉള്ള ഇതാണ്. അപ്പോൾ അത് പന്തയം വിലക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം അങ്ങനെ ചെയ്തു. ഇത് പന്തയത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം സാധ്യമായി. അതായത് റോം പിന്നെ ഖുലിബത്തുർ റൂം എന്നിട്ട് റോം പിന്നെ വിജയിക്കും, തോറ്റ റോം വിജയിക്കും എന്ന് ഖുർആൻ പ്രവചിച്ചത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബെറ്റ് വെക്കുന്നത്. അങ്ങനെ റോം വിജയിച്ചു വന്നപ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, 8-10 കൊല്ലം മറിഞ്ഞിട്ടുണ്ട്. അപ്പോ 100 ഒട്ടകത്തിന് അർഹനായി. അപ്പോഴേക്കിന് പന്തയം ഇസ്ലാമില് വിലക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ റസൂലിനോട് വന്ന് ചോദിക്കാണ്, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്നത്. അപ്പൊ റസൂൽ പറഞ്ഞു, അത് കൊടുത്ത് ഒഴിവാക്കണം, നിനക്ക് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു, വേറെ പാവങ്ങൾക്ക് കൊടുത്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് വെച്ചിട്ട് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ജാതി പരിപാടി നടത്താൻ പറ്റുമോ? അത് പറ്റൂല. അത് നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തിലുള്ള വിധിയാണത്. അപ്പൊ ഈ പന്തയം എന്ന് പറയുന്നത് ഇസ്ലാം വിരോധിച്ച, കാരണം ഇത് ചൂതാട്ടത്തിന്റെ ഒരു തനിപ്പകർപ്പ് തന്നെയാണ്. 2 ആളുകൾ പന്തയം വെക്കുക, 2 ആൾ ക്യാഷ് മേശപ്പുറത്ത് വെക്കുക. അവരുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു കാര്യത്തിൽ എന്ത് ചെയ്യുക, അഭിപ്രായം പറയാം അല്ലെങ്കിൽ തീരുമാനം പറയാം. ഒരാളുടെ നട്ടാണ് മറ്റേയാളുടെ ലാഭം, അങ്ങനത്തെ എല്ലാം ഹറാമാണ്. അപ്പൊ അങ്ങനെയുള്ള പന്തയങ്ങൾ ഇസ്ലാമിലെ ഹറാമാണ്. അത് മത്സരങ്ങളുടെ പേരിൽ നടത്തുന്നത്. ഇത് വളരെ വ്യാപകമാണ് നമുക്കിടയിൽ. ഇപ്പൊ പ്രത്യേക ഇലക്ഷന്റെ സമയത്ത് ഇനി ഇപ്പൊ അത് കൂടി വരും. ഇതിലൊന്നും തോറ്റാൽ വേൾഡ് കപ്പ് നടക്കുമ്പോ ഇത് വളരെ മുസ്ലിങ്ങൾക്കിടയിൽ വളരെ വ്യാപകമാണ്. പക്ഷെ അത് അങ്ങനെ നിസ്സാരമായ കാര്യമല്ല. ഇസ്ലാമിൽ ഹറാമായ കാര്യം. 2 ആള് തമ്മിൽ ഇപ്പൊ ഒരു ഓട്ട മത്സരം നടത്താണ്. ഇപ്പൊ ഞാനും തമ്മിൽ ഒരു ഓട്ട മത്സരം നടത്താണ്. അപ്പൊ നമ്മൾ വെറ്റ് വെക്കാണ്, ജയിച്ച ആള് മറ്റാൾക്ക് പിന്നെ അത് കൊടുക്കാമെന്നുള്ളത്. അതിന്റെ ഒരു വിധി എന്താ? അത് ഹറാമാണ്. അതില് ഹലാലായ രൂപം പണ്ഡിതന്മാർ മാക്സിമം പറഞ്ഞ എന്താന്ന് ചോദിച്ചാല്,
ഒന്ന് ഇങ്ങനത്തെ മത്സരങ്ങളിൽ സമ്മാനം കൊടുക്കേണ്ടത് പുറത്തുനിന്ന് ഒരു കക്ഷിയാണ്. മൂന്നാം കക്ഷി. അപ്പൊ അതിന് കുഴപ്പമില്ല. എന്നുവെച്ചാൽ ഒരാളുടെ നഷ്ടം മറ്റൊരാളുടെ ലാഭാകുകയല്ല. അതല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും മത്സരിക്കുന്നു, ഞാൻ നിങ്ങളെ കൊടുത്ത് ജയിക്കുന്ന ഒരാൾക്ക് ഞാൻ സമ്മാനം തരാം, അത് അനുവദനീയമാണ്. അത് റസൂലിന്റെ കാലത്ത് തന്നെ. അതല്ലെങ്കിൽ പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു രൂപ എന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മളൊരു 5 or 6 ആൾ മത്സരിക്കാം. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത് ജയിക്കുന്ന ആൾക്ക് ഞാൻ സമ്മാനം തരും എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ബാക്കിയുള്ളവരൊന്നും പൈസ വെക്കേണ്ട കാര്യമില്ല. കൂട്ടത്തിൽ മൂപ്പര് മത്സരിക്കുന്നുണ്ട്, നിങ്ങൾ ആര് ജയിച്ചാലും ഞാൻ ഇത്ര തരും എന്ന് പറഞ്ഞാല് അതും പന്തയല്ല. അത് അയാള് മത്സരിക്കുന്ന അയാൾ ആദ്യമേ ഈ സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചാണ്. അയാൾക്ക് അതിൽ നഷ്ടമല്ല, ബാക്കിയുള്ളവർക്കും നഷ്ടമല്ല, അയാൾക്ക് ലാഭമല്ല. അപ്പൊ അങ്ങനെയുള്ളത് മത്സരങ്ങളാണെങ്കിൽ അത് അനുവദനീയമാണ്. അതേസമയത്ത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ക്യാഷ് മുടക്കുകയും അത് വിജയിക്കുന്ന ഒരാളുടെ ലാഭമായി മാറുകയും ചെയ്താൽ അത് അങ്ങനെ വരുമ്പോ നമ്മുടെ നാട്ടില് ക്യാരംസ് ഇങ്ങനത്തെ എല്ലാ കളികളും ചെസ് കളി ആയാലും പണം വെച്ചിട്ട് കളിക്കുകയാണ്. അതിൽ പരാജയപ്പെട്ടവൻ ജയിച്ചോന് കൊടുക്കണം എന്ന വ്യവസ്ഥ വെച്ചാൽ അത് ചൂതാട്ടം, തികഞ്ഞ ചൂതാട്ടമായി മാറി. ഇപ്പോൾ ഉള്ളത് ഓഫ്ലൈനിൽ നിന്ന് ഈ പന്തയങ്ങൾ ഓൺലൈനിലേക്ക് കയറി എന്നതാണ്. ബെറ്റിംഗ് ആപ്പുകൾ വളരെ വ്യാപകമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ റമ്മി കളിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആളുകൾക്ക് വളരെ സ്വകാര്യമായിട്ട് പണസമ്പാദനത്തിനുള്ള ഒരു മാർഗമായി കണ്ട് ഇടപഴകാവുന്നരുത് എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ചെറുപ്പക്കാർ പ്രത്യേകിച്ചും ഇതിനെ കാണുന്നത്. വളരെ വ്യാപകമാണ് അത്തരം കളികൾ. അതിൽ നഷ്ടത്തിന്റെ കണക്ക് ശരിക്കെടുത്താൽ അത് വളരെ വലുതാണെന്നുള്ളതാണ് ശരി. പക്ഷെ ഈ കളിയുടെ ഒരു ഹരം കൊണ്ട് ആളുകളിൽ നിൽക്കുന്നു, നിരന്തരമായി ക്യാഷ് നഷ്ടപ്പെടുത്തുക. ഇത് ഇസ്ലാം വിലക്കിയ ഒരു പന്തയം എന്ന കാര്യം ചെയ്യുന്നു എന്ന് മാത്രമല്ലത്, ഇളാഅത്തുൽ മാൽ എന്ന് പറയുന്ന വലിയ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു, കരിഹല്ലാഹു ലക്കും എന്ന് പറഞ്ഞിട്ടാണ് റസൂൽ പറഞ്ഞത്. അള്ളാഹു വെറുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഹദീസ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള അവിടെ കരിഹല്ലാഹു എന്ന് പറഞ്ഞാൽ ഹറാമാണെന്നാണ്. സമ്പത്തിനോടുള്ള ഒരു മുസ്ലിമിന്റെ സമീപനം എന്ന് പറഞ്ഞാൽ അത് ഹലാലായ മാർഗങ്ങളിലൂടെ സമ്പാദിക്കണം, അത് അള്ളാഹു നിർദ്ദേശിച്ച മാർഗത്തിൽ അത് ചെലവഴിച്ചു കൊണ്ടിരിക്കണം. അതാണ് ഈ ചാരിറ്റി മേഖലയിൽ സ്വതക്ക ഇതൊക്കെ അതിൽ പെടുന്നതാണ്. അങ്ങനെ ചെലവഴിച്ചു കൊണ്ടിരിക്കണം. സമ്പാദിച്ച സമ്പത്ത് അന്യായമായി അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ പാഴാക്കി കളയുന്നത് നന്നായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ, എൻ്റെ സമ്പത്ത് ഓൺലൈനിലൂടെയോ അല്ലാതെയോ ഒരാൾ എന്നെ തട്ടിപ്പറിച്ച് എൻ്റെ പൈസ കവർന്നെടുത്തു, ഞാനതിന് നിന്നു കൊടുത്തു. അതല്ലാതെ നിന്നു കൊടുക്കാതെ തന്നെ ചിലപ്പോൾ സാധുക്കളായതുകൊണ്ട് പറ്റിക്കപ്പെടുന്ന ഒരുപാട് ഏർപ്പാടുകളുണ്ട്. ഇതിൻ്റെ മുമ്പിൽ ഒരു മുസ്ലിം അയാൾ ഭയങ്കര അള്ളാഹുവിൽ വിശ്വാസമാണ്, ഓനെ ഞാൻ പരലോകത്ത് നിന്ന് കണ്ടോളാം എന്ന് പറഞ്ഞ് സാധുവായിട്ട് നിൽക്കാൻ അനുവാദമല്ല. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ പിടിച്ചു പറിക്കാൻ വരുന്നവന് വിട്ടുകൊടുക്കരുത്. റസൂലിനോട് ഒരു സഹാബി ചോദിച്ചതാണ്, എൻ്റെ സമ്പത്ത് പിടിച്ചു പറിക്കാൻ ഒരാൾ വന്നാൽ ഞാൻ എന്താ ചെയ്യുന്നത്? റസൂൽ പറഞ്ഞത് ഫലാ തുഅതിഹി, കൊടുക്കരുതോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ ചോദിച്ചു, അയാൾ എന്നോട് യുദ്ധം ചെയ്താലോ, ആയുധ പ്രയോഗം നടത്തിയാലോ? ഫഖാതിൽഹു, എന്നാൽ നീയും ആയുധം എടുത്തോ. അപ്പോൾ ആയുധം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്താൽ സംഭവിക്കുക എന്താ? ഒന്നുകിൽ ഇയാൾ അയാളെ കൊല്ലും, അല്ലെങ്കിൽ അയാൾ ഇയാളെ കൊല്ലും. അപ്പോൾ ഞാൻ അയാളെ കൊന്നാലോ? അത് ചോദിച്ചു, അയാൾ എന്നെ കൊന്നാലോ? ഇയ്യോ പേടിക്കണ്ട, ഫഅന്ത ഷഹീദ്, ജി ഷഹീദ്. ഇനി ഞാൻ അയാളെ കൊന്നാലോ? അപ്പോഴും ഈ പേടിക്കണ്ട, ഫഹുവ ഫിന്നാർ, ഓ നരകത്തിലാണ്. ഇങ്ങനെ സൂക്ഷിക്കാൻ പറഞ്ഞതാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഹലാലായ മാർഗത്തിലുള്ള സമ്പത്തല്ലേ സമ്പാദിച്ചതല്ലേ, അതിപ്പോൾ ആരെങ്കിലും അടിച്ചു മാറ്റുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സാധുവായി നിൽക്കാൻ ഒരു മുസ്ലിമിന് അനുവാദമല്ല. അപ്പോൾ ഇതിലൊക്കെ ഈ ബെറ്റിംഗ് ആപ്പ്, റമ്മി കളി, ഇതിലൂടെയൊക്കെ നഷ്ടപ്പെടുന്ന സമ്പത്തിന്റെ കണക്കെടുത്താൽ വളരെ ഭീകരമാണ്. വളരെ ഭീകരം. എന്ന് മാത്രമല്ല, ഇതൊക്കെ നമ്മുടെ ചെറുപ്പക്കാരെ അലസതയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ പ്രശ്നം അവിടെ ഒതുങ്ങുന്നില്ല. ഇതിന് മനുഷ്യൻ അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ കളി തുടരാൻ, സമ്പത്തുണ്ടാക്കാൻ അവൻ എന്ത് ക്രൈമും അവൻ ചെയ്യും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഉമ്മാനെയും ബാപ്പാനെയും തലക്കടിച്ചു കൊല്ലുന്ന മക്കളെയൊക്കെ കണ്ടുവരുന്നത്. അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ വായിക്കുമ്പോൾ എന്താണ്, അവർ ഇത്തരം ഗെയിമുകൾക്ക്, ഇത്തരം കളികൾക്ക് അഡിക്റ്റഡാണ്. അത് തുടർന്നു കൊണ്ടുപോകാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ ഉമ്മാനോട് ചോദിക്കുമ്പോൾ, ബാപ്പാനോട് ചോദിക്കുമ്പോൾ തന്നിട്ടില്ലെങ്കിൽ അവർക്ക് സഹിക്കൂല. അവർക്ക് പൈസ കിട്ടിയേ പറ്റൂ, അവർക്ക് കളി തുടർന്നേ പറ്റൂ. അപ്പൊ ഇത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ കണ്ടിട്ടാണ് അള്ളാഹ് ഹറാമാക്കുന്നത്. അല്ലാന്തല്ല, ഒരാളുടെ പൈസ വേറൊരാളിലേക്ക് പോകുന്നു, അത് അയാൾക്ക് തൃപ്തിയില്ലാതെയാണ്, ചൂഷണാണ് എന്നൊരു പോയിന്റ് മാത്രം നിർത്തിയിട്ടല്ല ഇതൊന്നും പറഞ്ഞത്. ഈ അവസാനത്തെ പോയിന്റും കണ്ടിട്ടാണ് പടച്ചോൻ എന്ത് ചെയ്യുള്ളൂ. പടച്ചോൻ അങ്ങനെ നെസ്സുകൊണ്ടൊരു കാര്യം ഹറാമാക്കുള്ളൂ. ഇല്ലെങ്കിൽ അത് ഇജ്തിഹാദിന് അതത് കാലത്തെ മസ്ലഹത്തും മഫ്സദത്തും തീരുമാനിച്ച്
അതത് കാലത്തെ പണ്ഡിതന്മാർ തീരുമാനിച്ചോളി എന്ന് പറഞ്ഞ് വിട്ടുതരും. ഇങ്ങനെയുള്ള പ്രത്യാഘാതങ്ങൾ ഇത് നിങ്ങൾ എങ്ങനെ കൂട്ടിയാലും കൂടൂല. ഇത് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അത്ര വലുതാണ്. എങ്ങനെ മറിഞ്ഞാലും ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ, ഇതുകൊണ്ടുള്ള അപകടങ്ങളുടെ മേലേക്ക് വരികയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് അള്ളാഹു എന്ത് ചെയ്യുക, ഒരു കാര്യം ഗണ്യതമായി ഹറാമാക്കുക. അതുകൊണ്ട് നെസ്സ് കൊണ്ട് ഹറാമാക്കിയ കാര്യത്തിലും അതിൻ്റെ ഇനങ്ങളിൽ പെടുന്ന കാര്യത്തിലും എന്തില്ല, പിന്നെ ഹലാലിൻ്റെ പഴുത് അന്വേഷിക്കാൻ ഒരു വകുപ്പില്ല. ശരിക്കും ഈ പറഞ്ഞപ്പോഴാണ് ശരിക്കും നമ്മുടെ നാടുകളിലൊക്കെ ഇത് വളരെ നോർമലൈസ് ചെയ്യപ്പെട്ടു പറഞ്ഞാൽ ഇപ്പൊ ഈ ക്യാരംസ് കട്ടകളി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുമല്ലോ, ഈ അങ്ങാടികളിലൊക്കെ നടക്കുന്നതാണ്. ഇതൊക്കെ ശരിക്കും ഹറാമാണ്. അപ്പൊ ഈ രൂപത്തിലേക്കൊക്കെ വളരുതേ. അത് നമ്മൾ പല ന്യൂസുകളും കേൾക്കില്ലേ, ഇതിന്റെയൊക്കെ പേരിൽ എന്ത് ചെയ്യാ, ഇതൊരു അഡിക്ഷനായി വളർന്നു ഇതിലെ ജയപരാജയങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മേലെ കൈവെക്കാൻ ഒരുങ്ങുക. കൊലപാതകങ്ങൾ വരെ നടന്ന അനുഭവങ്ങൾ ധാരാളം ഉണ്ട് ഇതിൽ. ഇതിപ്പോൾ ഭൗതികമായ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബത മിനസ്സുഹ്തി ഫന്നാറു ഔലാ ബിഹി. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഹറാമ് കൊണ്ട് ഒരു കഷ്ണം മാംസം അത് വഴിയാണ് ഒരു കോശം ഉണ്ടായതെങ്കിൽ ആ കോശം സ്വർഗത്ത് പോകില്ല, നരകത്ത്. ഫന്നാറു ഔലാ ബിഹി. പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. എനിക്കൊരു അസുഖം വന്ന് 100 ആളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു, ഞാൻ തന്നെ ദുആ ചെയ്തു, ഫഅന്നാ യുസ്തജാബു ലഹു എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥന സ്വീകരിക്കപ്പെടില്ല, ആരാധനാകർമ്മങ്ങൾ സ്വീകരിക്കപ്പെടില്ല. ഇങ്ങനെ തുടങ്ങി ഐഹികവും പാരത്രികവുമായ മതപരമായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള കുറേ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അധ്യാപനങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതർത്ഥത്തിലും തികച്ചും ഭൗതികമായി നോക്കിയാൽ പോലും ബുദ്ധിയുള്ള ഒരാൾ ഈ പണിക്ക് നിൽക്കൂല. അതുകൊണ്ട് ബുദ്ധിമാന്മാരായ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളുകളടക്കം ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് പലിശ ഇതുപോലുള്ളതിനെ പറ്റി എഴുതിയിട്ടുണ്ട്. മതപരമായി ചിന്തിക്കുന്നവർക്ക് ഏതായിരുന്നാലും വേറൊന്നും വേണ്ട, നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു ഒരു കാര്യം ഹറാമാക്കി എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് നമ്മുടെ ഈ സംസാരം കേൾക്കുന്ന ആളുകളോട് നമുക്ക് ഗുണകാംക്ഷാപൂർവ്വം പറയാനുള്ളത്, അള്ളാഹു നൽകിയ ആരോഗ്യവും സമയവും കഴിവൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഏതെങ്കിലും മറ്റ് പല കാരണങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കുവാൻ ഇസ്ലാം പഠിപ്പിച്ച, അള്ളാഹു റസൂലും പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ ഉത്തമ മാതൃകകളായിട്ടുണ്ടായിരുന്ന അതൊക്കെ ആക്റ്റീവാക്കുക, സജീവമാക്കിയിട്ട് അത്തരം ആളുകളെ സഹായിക്കുകയും ചെയ്യുക. അള്ളാഹു തീർച്ചയായും അതിനൊക്കെ ഒരു നല്ല ബർക്കത്ത് നൽകുമെന്ന കാര്യത്തിൽ